കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബാക്ക് ഓപ്പൺ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോയുമായിട്ടാണ്. അകവശത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇത് ഒരു 35 സൈസിലുള്ള ബ്രസ്റ്റ് സൈസുള്ള ഒരാളിൻ്റെ ബ്ലൗസാണ്. അപ്പോൾ 35 സൈസ് എന്ന് പറയുമ്പോൾ 35ൻ്റെ 4/1 കാണുക. 35ൻ്റെ 4/1 8.75 കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുമ്പോൾ 10.25 കിട്ടും. അപ്പോൾ 10.25 നമ്മളിവിടെ ഇങ്ങനെ എടുത്ത് മാർക്ക് ചെയ്യുക. ഞാൻ ഒരു 1/4 ഇഞ്ച് കൂടെ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനൊരു 1/4 ഇഞ്ച് കൂടെ എടുക്കുവാണ്. തയ്യൽ തുമ്പ് കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10.5 എടുക്കുവാണ്. എന്നിട്ട് ആ 10.5 ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. കണ്ടോ, രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇന്ന് 10.5 മാർക്ക് ചെയ്തിട്ട് ആ 10.5 വരെ മതി തുണി. ആ 10.5 വരെ ഇങ്ങനെ കറക്റ്റ് ചെയ്തിടണം, അല്ലെങ്കിൽ തുണി വേസ്റ്റായി പോകും. ഡിസൈനൊക്കെ നമ്മൾ ഡിസൈൻ നോക്കി വേണം ഇടാനായിട്ട്. അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക 10.5-ൽ. ഒന്നുകൂടി പറയാം. അപ്പോൾ തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടുക. 35 ബ്രസ്റ്റ് സൈസുള്ള ആളിന് 35ൻ്റെ 4/1 കാണുക. അപ്പോൾ 8.25ൻ്റെ കൂടെ നിങ്ങൾക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത്, അപ്പോൾ 1.5 ആണെങ്കിൽ 1.5 കൂട്ടാം, 1.25 വേണമെങ്കിൽ 1.25. അങ്ങനെ നമുക്ക് ആ 1.25 കൂടി ചേർത്ത് ഞാൻ 10.5 എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. കണ്ടോ, 10.5 മാർക്ക് ചെയ്ത് നേരെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് താഴെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു. അതിങ്ങനെ ഏറിയും കുറഞ്ഞും കിടക്കുന്നത് ലെവൽ ചെയ്തതാണ്. അതിനുശേഷം ലെങ്ത് മാർക്ക് ചെയ്യാം. ഇത് ഒരു 13 ഇഞ്ച് ലെങ്താണ് ഈ ബ്ലൗസിന് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ 14. അപ്പോൾ 14ലേക്ക് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ ഇടണം. എന്ന് വെച്ചാൽ ഇത് ബാക്ക് ഓപ്പൺ ബ്ലൗസാണ്. അപ്പം ബാക്ക് ഓപ്പൺ ആകുമ്പോൾ ഐപ്പടിയും ഉക്സ് പടിയും പിടിപ്പിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച്, അല്ലെങ്കിൽ നമ്മൾ ബ്ലൗസ് ഉക്സ് ഇടുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും. അപ്പോൾ ഈ 1/4 ഇഞ്ച് നമ്മളിവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അറിയണം 1/4 ഇഞ്ച് ഉണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ വരച്ചിടാം. 1/4 ഇഞ്ച് മതി. നമ്മൾ 1/4 ഇഞ്ചിട്ടാണ് അടിക്കുന്നതെങ്കിൽ 1/4 ഇഞ്ച്, 1/2 ഇഞ്ചിട്ടാണ് അടിക്കുന്നതെങ്കിൽ 1/2 ഇഞ്ച്. ഞാൻ 1/4 ഇഞ്ചിട്ടാണ് അടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ 1/4 ഇഞ്ച് കഴിഞ്ഞാണ് നമ്മൾ ഷോൾഡർ, കഴുത്തകലമൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. ഈ 1/4 ഇഞ്ച് വിട്ടിട്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ ഒരു 1.5 ഇഞ്ച് കഴുത്തകലമാണ് ഇതിന് വെക്കുന്നത്. അപ്പം ഈ 1/4 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ 3 ഇഞ്ച് ഷോൾഡർ 3 ഇഞ്ച്. അപ്പം 3 1.5 ഫുള്ള് 4.5. ഇവിടെ 1.5യും കഴുത്തകലം 1.5. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 3 ഇഞ്ച്. അപ്പോൾ 3 1.5 4.5 ഫുൾ ഷോൾഡർ. 4.5 ഫുൾ ഷോൾഡറും 1.5 കഴുത്തകലവും. ഇതിൻ്റെ ബാക്ക് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് 8.5 8.5-ൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. 8.5. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് വൈഡായിട്ട് മാർക്ക് ചെയ്യണം. അതും ഈ 1/4 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2.5 ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 2.5. ആ 2.5-ൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുക. ഇതിങ്ങനെ സ്ക്വയറായിട്ട് വരക്കുക. ഇനി നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്താം. ഇത് 4.5. അപ്പോൾ ഇവിടെ ഒരു 4.25 ഇട്ട് നോക്കാം. അപ്പോൾ 4.25-ൽ നമ്മൾ ഇങ്ങനെ ഒരു ചതുരം വരക്കുക. അതിനുശേഷം ഇവിടെ 35 ഇഞ്ചാണല്ലോ, 35 ഇഞ്ചിലാണല്ലോ നമ്മൾ ഇവിടെ ബ്രസ്റ്റ് സൈസ്. അതിൻ്റെ 4/1 എന്ന് പറയുന്നത് 8.25. ആ 8.25-ൽ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾക്ക് ഇവിടുന്ന് ഈ കൈക്കുഴി 4.25ൻ്റെ പകുതി ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഒരു 1.25. ഇതിങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് വരക്കുകയാണ്. ഈ 1.25 അളവൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൈക്കുഴി വരക്കുക. അപ്പോൾ നമ്മൾ ആം റൗണ്ട് എന്ന് പറയുന്നത് 17.5-ആണ്. 17.5-യുടെ പകുതി എന്ന് പറയുന്നത് 8.25. 8.25-ഉം ഒരു 1/4 ഇഞ്ചും കൂടി തയ്യൽ തുമ്പും വേണം. അതിവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ 8 ഉള്ളൂ. അപ്പോൾ 8.25 നമുക്ക് വരണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇറക്കി മാർക്ക് ചെയ്യാം. ഒരു 5.25 ഇടാം.
അതിനുശേഷം ഞാൻ പറയാൻ വിട്ടുപോയി, ഇവിടുന്ന് ഈ 8.25 നമ്മളിവിടെ അടയാളപ്പെടുത്തിയില്ലേ, ആ 8.25 നമ്മളിപ്പോൾ ഇത്രയും കഴുത്തിങ്ങനെ ഇടിഞ്ഞ് വന്നിട്ടുള്ളത് കൊണ്ട് ഇത് ഈ 4 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ 8.25 പോയിൻ്റ് ചെയ്തിട്ട് ഇവിടോട്ട് വെക്കണം. ഇവിടോട്ട് വെക്കുമ്പോൾ അതെവിടെയാണോ വരുന്നത് അവിടെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നത്, ഇവിടെ ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ വൈഡായിട്ട് വരുന്നതുകൊണ്ട് ഇങ്ങോട്ട് നീങ്ങും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ 5.25 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 5.25 പകുതി മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1.25 തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ റൗണ്ടായിട്ട് കൈക്കുഴി വരക്കുക. എന്നിട്ട് നമ്മൾ അളന്ന് നോക്കുക 8.25 ഉണ്ടോ എന്ന്. ഞാനിതൊന്നുകൂടി പറയാം. ഇവിടെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് പിന്നെ ഐപ്പടി ഉക്സ് പടിയും വെക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ആ 4 ഇഞ്ച് വിട്ടിട്ട് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിനുശേഷം 3 ഇഞ്ച്, അപ്പം മൊത്തത്തിൽ 3, 1.5, 4.5 ഇഞ്ചാണ് ഷോൾഡർ എടുത്തേക്കുന്നത്, കഴുത്തകലം 1.5. അതിനുശേഷം ഇവിടെയൊക്കെ താഴെയൊക്കെ ഒരു 8.25 ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, 8.25. എന്നിട്ട് ഇവിടെ ആയിട്ട് ഒരു 2.5 ഇഞ്ച്, ആ 4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് 2.5 ഇഞ്ച് ഞാൻ ഇവിടെ ഇങ്ങനെ വൈഡായിട്ട് വരക്കാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തി സ്ക്വയർ പോലെ വരച്ചു. അതിനുശേഷം ഇങ്ങനെ റൗണ്ട് ചെയ്ത്, റൗണ്ടാണ് ഇതിൻ്റെ നെക്ക് പറഞ്ഞിരിക്കുന്നത്, അത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം കൈക്കുഴി ഇവിടെ 6 ഇഞ്ച് കൈക്കുഴി ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 6 ആണ്. ഇങ്ങനെ 6 ഇഞ്ചിൽ ചതുരം പോലെ വരച്ചിട്ട് 1.25 ഇവിടെയും ഈ 6ൻ്റെ പകുതി 3 വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 17 വരെയാണ് നമ്മുടെ ആം റൗണ്ട്. അപ്പോൾ 8.25 ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ 8.25 കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെയാണ് ഇങ്ങനെയാണ് നമ്മൾ മറ്റേ ഇവിടെ ബ്രസ്റ്റിൻ്റെ 35ൻ്റെ 4/1 എടുക്കുന്നത്. ഇങ്ങനെ വെച്ച് ഇതിൻ്റെ എൻഡിൽ വെച്ചിട്ട് 35ൻ്റെ 4/1 8.25 ഇവിടുന്നാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ അവിടം വരെയാണ് നമ്മൾ ആം റൗണ്ട് എത്രയുണ്ടെന്ന് നോക്കി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെയൊക്കെ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ ഇറങ്ങി പോകാതിരിക്കാനുള്ള ടിപ്പാണ്. ഞാൻ ഇങ്ങോട്ടാണ്, അപ്പോൾ ഇങ്ങനെയാണ് ചരിവ് വരുത്തുന്നത്, ഇങ്ങനെയല്ല ചരിവ് വരുത്തുന്നത്, ഇങ്ങനെയൊന്ന് ചെറുതായിട്ട് ചരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡർ ഇറങ്ങി പോകാതെ ഫിറ്റായിട്ടിരിക്കും. അതിനുശേഷം വേസ്റ്റ് റൗണ്ട് കാണുക. വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 29 ഇഞ്ചാണ്. അപ്പോൾ 29ൻ്റെ 4/1 കാണുക, 7.25. അത് ഈ 4 ഇഞ്ച് വിട്ടിരിക്കുന്നത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 7.25 അടയാളപ്പെടുത്തേണ്ടത്. 7.25, പിന്നെ 1 ഇഞ്ച് ടക്കിന്, പിന്നെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് വരക്കുക. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ ചരിച്ച് വരക്കണം. എന്താണെന്ന് വെച്ചെന്നാൽ ടക്കിടുമ്പോൾ ഇത് നേരെ ആയിക്കോളും, ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 1/4 ഇഞ്ചിൻ്റെ കാര്യം മറന്നു പോകരുത്. പിന്നെ നമുക്കിത് കട്ട് ചെയ്യാം. എട്ടേ മുക്കാൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തില്ലേ, അവിടെ ഇങ്ങനെ ഒരു നോച്ചിട്ട് കൊടുത്തേക്കാം. അപ്പം നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം. ഇത് ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ബാക്ക് ഓപ്പൺ ആണല്ലോ, അപ്പോൾ ഇത് കട്ട് ചെയ്തേക്കണം. ഈ രണ്ടായിട്ട് കട്ട് ചെയ്യാം. ക്രോസ് കട്ടിങ് ബ്ലൗസാണ്, അപ്പോൾ നമ്മളിത് ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ കോൺ ഭാഗമില്ലേ, കോണായിട്ട് വന്നേക്കുന്ന അവിടെയൊക്കെ നമ്മൾ ഈ ബാക്ക് ബ്ലൗസ് ബാക്ക് പാർട്ട് എടുത്തിടണം. അപ്പോൾ ഈ 1/4 ഇഞ്ച് നമ്മൾ ഇട്ടിരിക്കുന്നില്ലേ, അത് ഇങ്ങോട്ട് തള്ളി ഇട്ടേക്കണം. നമുക്കിവിടെ ഈ തയ്യൽ തുമ്പ് വേണ്ട, ഈ തയ്യൽ തുമ്പിൻ്റെ ഭാഗം വേണ്ട, 1/4 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി വേണം ഇടാൻ. അതിനുശേഷം ഇവിടെ 1.5 കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കണം. 1.5 നമ്മൾ 1.5 കഴുത്തകലം വെച്ചത്, ആ 1.5 നമുക്കിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മളിതൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിടുക. അതിനുശേഷം ഈ മുട്ട് സൂചി വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ചോ, പക്ഷേ നമ്മൾക്കിങ്ങനെ ചരിഞ്ഞും വളഞ്ഞും ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 1/4 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് തള്ളിയാണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കഴുത്ത് ലൂസാകുമേ, കറക്റ്റായിട്ട് ഇടണം, അല്ലെങ്കിൽ കഴുത്ത് ലൂസാകും. ഞാൻ എന്നിട്ട് ഒരു മുട്ട സൂചി കുത്തി അവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കറക്റ്റ് 1.5 കൂടരുത്, കറക്റ്റ്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട് ഞാൻ എടുക്കുന്നത് 6.25 ആണ്.
ഫ്രണ്ട് പിന്നെ കഴുത്ത് ഇറക്കം എടുക്കുന്നത് 6.25 അവിടെയൊക്കെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുക. അതിനുശേഷം ഇതെല്ലാം നമ്മളൊന്ന് ട്രേസ് ചെയ്തെടുക്കണം. ബാക്ക് പാർട്ടിൻ്റെ അതേ ലെവലിൽ തന്നെ ഇങ്ങനെ ട്രേസ് ചെയ്ത് ഫുള്ള് എടുക്കണം. എനിക്ക് ഇങ്ങനത്തെ തുണി ആയതുകൊണ്ട് തെന്നി തെന്നി പോകുന്നു. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ 1/2 ഇഞ്ച് കൂടെ, ഈ അറ്റത്തെത്തുമ്പോൾ 1/2 ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്യണം. അത് ടക്ക് വരത്തില്ലേ, അതിന് വേണ്ടിയിട്ട് ഇവിടെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യണം. ഒട്ടും മാറിപ്പോകരുത്. എനിക്കാണെങ്കിൽ ഇത് തെന്നി തെന്നി പോയിക്കൊണ്ടിരിക്കുമോ. ഇവിടെയും മാർക്ക് ചെയ്യണം. ഈ ഇറക്കത്തിൻ്റെ അവിടെയും സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഇവിടെ കുറച്ച് നീളത്തിൽ മാർക്ക് ചെയ്തേക്ക്. ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ സൂചി മാറ്റാം. ബ്രസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 9.5 ആ 9.5 കഴിഞ്ഞ് ഇങ്ങനെ അണ്ടർ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 12.5. എല്ലാവർക്കും 9.5 ബ്രസ്റ്റ് പോയിൻറ്റ്. ഇപ്പോൾ ബ്രസ്റ്റ് പോയിൻറ്റ് കഴിഞ്ഞ് ഒരു 3 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ അണ്ടർ ബ്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി. അപ്പോൾ ഇവിടെ 12.5 വരും. 12.5 ആ 12.5 ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഈ 12.5 ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെയും മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇതിങ്ങോട്ട് താഴേക്ക് ഇട്ടിട്ട് ഈ 12.5 മാർക്ക് ചെയ്തില്ലേ, അവിടേക്ക് നമ്മൾ ഒരു 1.5 ഇഞ്ച് ഇവിടെ കാരണം ഞാൻ ടക്ക് ഇടുന്നത് 1.5 ഇഞ്ചിലാണ്. നമ്മൾ 1.25 ടക്ക് ഇടുന്നെങ്കിൽ 1.25 ഇടണം. ഇത് അത്രയും വലിയ 1.5 ആവശ്യമേ ഉള്ളൂ ഇതിന്. അതായത് അത്യാവശ്യം വണ്ണമൊക്കെ അല്ലേ ഉള്ളൂ. എന്നിട്ട് ആ ഇവിടേക്ക് ഇങ്ങനെ ഈ 1.5 ഇവിടെ മാർക്ക് ചെയ്തില്ലേ, 1.5 മാർക്ക് ചെയ്തു. ഈ അവിടുന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ച് ഇവിടെയാണ് നമ്മൾ 1.5 മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ താഴേക്ക് 12.5 അണ്ടർ ബ്രസ്റ്റ് അടയാളപ്പെടുത്തുക. 12.5 അവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു 1.5 ആ 12.5 ലൈനിൽ നിന്നും മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.5. അതിനുശേഷം ഇത് താഴേക്ക് ഇട്ടിട്ട് ഇവിടുന്ന് ഈ അറ്റത്തുനിന്ന്, അതായത് ഈ സംഭവമില്ലേ ഇതിൻ്റെ അറ്റത്തുനിന്ന്, ഇത് ഈ ബാക്ക് പീസിൻ്റെ അറ്റത്തുനിന്ന് 1.5 ഇഞ്ച്, അത് ടക്ക് ഇടുന്ന എത്രയാണോ ആ ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇതും ഈ 1.5 കൂടി ജോയിൻ ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ഈ ബാക്ക് പീസ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിരിക്കുമല്ലേ, അവിടുന്ന് നമ്മൾ ഈ 1.5 വരെ ഇവിടുന്ന് എത്രയുണ്ടെന്ന് നോക്കണം. ഇത് 2.25. ഈ ഏറ്റവും അടിയിലത്തെ ലൈനില്ലേ ബാക്ക് പീസിൻ്റെ ഇറക്കം, അതിൻ്റെ എത്രയാണ് അവിടുന്ന് ഈ 1.5 വരെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എത്രയാണെന്ന് നോക്കുക. 2.25. അത് തന്നെ നമ്മൾ ഇവിടെയും അടയാളപ്പെടുത്തണം. അപ്പോൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ ഏറ്റവും അടിയിലത്തെ വരയില്ലേ ഈ ബാക്ക് പീസിൻ്റെ ലെങ്ത്, അത് തന്നെ ഇവിടെയും നമ്മൾ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ എത്രയാണ് 2.25. ഇവിടെയും 2.25, ഇവിടെയും 2.25 നമുക്ക് കിട്ടിയത്. അത് നമ്മൾ ഓർത്തിരിക്കണം. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഈ 12.5 ലൈനില്ലേ അവിടുന്ന് ഇങ്ങോട്ട് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഈ 35 ബ്രസ്റ്റ് പോയിൻ്റൊക്കെ ഉള്ളവർക്ക് 4 ഇഞ്ച് മതി. അതിലും കൂടുതലുള്ളവർക്ക് 4.25. എന്നിട്ട് അവിടുന്ന് ഇവിടെ 1.5 അടയാളപ്പെടുത്തുക, ഇങ്ങോട്ടും 1.5 അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇതിലേക്ക് ഈ ഇവിടെ അടയാളപ്പെടുത്തിയില്ലേ ഇതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇങ്ങോട്ടും നമ്മൾ ജോയിൻ ചെയ്യുക ഈ 1.5 നിന്നും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ വളച്ച് ഇവിടുന്ന് ഇങ്ങനെ വളച്ചൊന്ന് മാർക്ക് ചെയ്യണം. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ടത്, ഇത് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ്, ഇത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ നമ്മൾ ബാൻഡ് പീസ് കട്ട് ചെയ്യേണ്ടത് ഇത് നമ്മൾ ഓർത്തിരിക്കണം. 2.25 എന്നുള്ളത് ഇവിടെയും 2.25 നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2.25 കൂടെ 1 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താണ് ബാൻഡ് പീസ് വെട്ടേണ്ടത്. 2.25 കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യണം. ഇവിടെയും 2.25 കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യണം. ഇവിടെ നടുക്ക് ഈ 4.5 അവിടെ 1.5 അല്ലേ ഉള്ളത്, അവിടെയും നമ്മൾ 1 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2.5, 1.5 കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 2.5 വരും. ഈ 2.25 കൂടെയും ഇതേപോലെ തന്നെ സെയിം 1 ഇഞ്ച് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യണം. ഇങ്ങനെ 1 ഇഞ്ച് നമ്മൾ വരച്ച് നോക്കണം. അപ്പോൾ നമ്മൾ എത്ര കിട്ടും?
2.25 1 3.25 3.25 നമ്മൾ ഈ അറ്റത്തും 3.25 ബാൻഡിന് എടുക്കേണ്ടത്, നടുക്ക് 2.5. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഫ്രണ്ട് ഇത് റൗണ്ടായിട്ട് വരക്കണം. അതിവിടെ ഇങ്ങനെ വരച്ചാൽ മതി. ഇങ്ങനെ ഈ അറ്റത്ത് ഇങ്ങനെ വൈഡായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇച്ചിരി വൈഡാകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് ഈ അറ്റത്തുനിന്ന് വേണ്ട, ഇങ്ങോട്ട് ഇച്ചിരി നീക്കിയിട്ട് ഇങ്ങനെ നമ്മൾ വൈഡായിട്ട് വരക്കണം. അതുപോലെ ഫ്രണ്ട് കൈക്കുഴി ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിച്ചും ഇവിടെ ഒരു മുട്ടുസൂചി കുത്തി വെക്കുന്നുണ്ട്, തെന്നിപ്പോകുന്നു, ഭയങ്കരമായിട്ട് തെന്നുന്നു. ഞാൻ 2-3 മുട്ടുസൂചി കുത്തി വെക്കുവാണ്. ഫ്രണ്ട് കൈക്കുഴി ഒരു 1/4 ഇഞ്ച് കുഴിച്ച് വെട്ടുക. ഈ 1.5 തയ്യൽ തുമ്പിൻ്റെ അങ്ങോട്ട് വേണ്ട, ഇവിടം വരെ ഇങ്ങനെ 1/4 ഇഞ്ച് നമ്മളിങ്ങനെ കുഴിച്ച് വെട്ടണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ അത്യാവശ്യം വൈഡായിട്ട് തന്നെ വെട്ടണം കേട്ടോ, ഈ അറ്റത്ത്, അല്ലെങ്കിൽ ഒതുങ്ങിപ്പോവും. ഇനി ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ്. അപ്പോൾ ഫ്രണ്ടും വെട്ടി മാറ്റി വെക്കാം. നമ്മൾ സ്ലീവ് വെട്ടാനായിട്ട് ഇത് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. 1 2 ഇത് മടങ്ങിയത് 4ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. അതിൽ ഇവിടെ വീതി എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 10.5 വേണം. കാര്യം 17.5 ആം റൗണ്ട്, അതിൻ്റെ പകുതി 8.25 1.25 ഞാൻ തയ്യൽത്തും വിട്ടായിരുന്നല്ലോ. അപ്പോൾ 10.5 വേണം. പക്ഷേ 10 കിട്ടുന്നുള്ളൂ. അതിന് വേണ്ടി നമുക്കൊരു പണി ചെയ്യാം. അപ്പം ഇവിടെ 10.5 സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത്. അപ്പോൾ 10 ഇവിടെ ഇങ്ങനെ ജസ്റ്റ് മടക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഹെമ്മിങ് ചെയ്യാനുള്ളത് മടക്കി വെച്ചത്. ഞാനിവിടെ പിന്ന് കുത്തി വെച്ചിരിക്കുവാണ്, ഇതിങ്ങനെ വളഞ്ഞൊക്കെ പോകുന്നു. അതുകൊണ്ടാണ് 10.5 ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുവാണ്. അതിനുശേഷം ഇവിടെ 1.5 മാർക്ക് ചെയ്തു. ഇവിടെയും 10.5 കൊണ്ടുവന്ന് വെച്ചിട്ട്, സാധാരണ ഇവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിന് തുമ്പ് കിട്ടാത്ത കൊണ്ട് 3.5 മാർക്ക് ചെയ്യാം. 3.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഈ 1.5യിലേക്ക് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇത് എത്ര കിട്ടി നോക്കുക. ഇവിടെ 8.25 ഉണ്ട്. 8.25 കിട്ടിയിട്ട് ഇവിടെ 1.25 തയ്യൽ തുമ്പ് കിട്ടി. കണ്ടോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എത്രയാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ റൗണ്ട്, ഏറ്റവും അടിയിലത്തെ വണ്ണം 10.5 തന്നെയാണ്. അപ്പോൾ 10.5യുടെ പകുതി 5.25 5.25 1.5 തയ്യൽ തുമ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ സ്ലീവിന് ഒരു കുഞ്ഞായിട്ട് പഫ് വേണമെന്ന് പറഞ്ഞു, പക്ഷെ പൊങ്ങി നിൽക്കുകയും ചെയ്യരുത്, അത്രയുള്ള പഫ് മതി. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 1 ഇഞ്ച് മാത്രം, 1 ഇഞ്ചേ കൂട്ടുന്നുള്ളൂ. പഫിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് പഫിന് വേണ്ടിയിട്ട് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ നല്ല പഫൊക്കെ വേണമെങ്കിൽ 3 ഇഞ്ച് 2.5 ഇഞ്ച്, ഭയങ്കര പഫ് വേണം 5 ഇഞ്ച് വരെയൊക്കെ കൂട്ടും. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പൊങ്ങത്തുമില്ല, എന്നാൽ പഫുണ്ട്. ആ രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടം വരെ വന്നിട്ട് ഇവിടെ ഒരു 3 ഇഞ്ച്, ഇവിടെ നിന്ന് നമ്മളൊരു കുറച്ച് പഫ് മതി, അതുകൊണ്ട് 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. നേരെ ഈ പഫിന് വേണ്ടി മാർക്ക് ചെയ്തില്ലേ അവിടേക്ക്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പഫിന് വേണ്ടി ഇങ്ങനെ ഇതാക്കുക. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ 2-3 പഫ് ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട പഫ്, അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ നമ്മളൊരു നോച്ചിട്ട് കൊടുക്കുക. ഇവിടെയായിട്ട് ഒരു കുഞ്ഞ് നോച്ചിട്ട് കൊടുത്തേക്ക്. ഇവിടെ ശേഷം ഇങ്ങനെ ഇത് ഊരുക. എന്നിട്ട് ഇതിൻ്റെ നല്ല വശവും നോക്കുക. ഇതിൻ്റെ ഫ്രണ്ട് കുഴിച്ച് വെട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നല്ല വശവും കൂടി ഇങ്ങനെ നേരെ ഇട്ട് വെക്കണം. ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇവിടുന്ന് ഒരു പീസും ഇവിടുന്ന് ഒരു പീസും ഒരുമിച്ച് എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ സമമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് കുഴിച്ച് വെട്ടണം. അതിനായിട്ട് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ എടുത്തിട്ട് ഇവിടം വരെ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യുക. ഇവിടം വരെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിവിടെയായിട്ട് ടക്കിട്ട് കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഇനി നമ്മൾ തപ്പി നടക്കണ്ട. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തപ്പിക്കാതിരിക്കാനാണ് ഇങ്ങനെ വരും. കട്ടിങ് ആണ്. ഈ അടിയിലത്തെ ബാൻഡ് പീസ് നമുക്ക് വെട്ടിയെടുക്കാം. ഇത് നമ്മളിങ്ങനെ മടക്കിയിടുക, 2ആയിട്ട് മടക്കിയിടുക. അപ്പോൾ നമ്മൾ നീളം എടുക്കുന്നതിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് നമ്മൾ 35 ഇഞ്ചായിരുന്നു മറ്റേ ഇത് പറഞ്ഞിരുന്നത്. അതിൻ്റെ 4/1 നമ്മൾ കണ്ടില്ലായിരുന്നോ? അത് അപ്പോൾ എത്രയായിരുന്നു? 35ൻ്റെ 4/1 കണ്ടപ്പോൾ ബാൻഡ് പീസിൻ്റെ ലെങ്ത് ആണ്. നമ്മളിത് ഇവിടെ ആയിട്ട് നമ്മളിവിടെ 10.5 എടുത്തത് ഫുള്ള് ഇവിടെ.
ഈ ബാക്ക് പീസിൻ്റെ ഇവിടെ, അതായത് 35ൻ്റെ പകുതി കണ്ടിട്ട് തയ്യൽ തുമ്പ് 1.25 ആഡ് ചെയ്തപ്പോൾ 10.5 കിട്ടിയില്ലേ? ഈ 10.5 നമ്മൾ ഓർത്തിരിക്കണം. ഈ 10.5യിൽ നിന്നും 1 ഇഞ്ച് കുറക്കുമ്പോൾ 9.5, ആ 9.5 ആയിരിക്കണം. ഇപ്പം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറക്കുമ്പോൾ എത്ര കിട്ടുന്നു? ആ ലെങ്ത് ആയിരിക്കണം ഈ ബാൻഡ് പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ സാധാരണ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് മടക്കേണ്ടത്. അപ്പോൾ നമുക്കിതിന് തുണിയില്ല, തുണി കുറവാണ്. അപ്പോൾ താഴത്തെ വശത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഇതിന് മാച്ച് ആകുന്ന തുണി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒറ്റ പീസേ കിട്ടത്തുള്ളൂ, നേരെയുള്ള താഴെ വെക്കാൻ ഒറ്റ പീസേ കിട്ടത്തുള്ളൂ, അടിയിലേക്കുള്ള കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഇതിങ്ങനെ മടക്കിയിടുവാണ്, ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിടുവാണ്. ഇങ്ങനെ മടക്കിയിടുമ്പോൾ എവിടെയാണ് 10.25 ആയിരുന്നല്ലോ മുകളിലത്തത്. അപ്പോൾ നമുക്കിവിടെ വരേണ്ടത് 9.25 ഇവിടെ വരുന്നു. അപ്പോൾ ഇവിടെ ഈ മടക്ക് വശം ഇവിടെയാണ്, ഈ വശമാണ് നമ്മുടെ ഈ നടുക്ക് വരേണ്ടത്. അതായത് ഈ പീസില്ലേ, ഈ പീസിൻ്റെ ബാക്കല്ല ഫ്രണ്ട് പീസിൻ്റെ ഈ ഭാഗത്ത്, അതായത് ഈ കഴുത്തിൻ്റെ ഭാഗത്ത് വരേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ നമ്മുടെ ഈ ഭാഗമാണ് ഇപ്പോൾ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 9.25 ലെങ്ത് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 9.25 ഇവിടെ വരുന്നു, അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഇവിടുന്ന് 9.25 വരുന്നത് ഇവിടെയാണ്, 9.25. അപ്പോൾ അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 3.25 അതായത് നേരത്തെ 2.25 നമ്മൾ പറഞ്ഞു വെച്ചല്ലോ, അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 3.25 നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ നേരെ വരക്കുക. ഇപ്പുറത്തെ സൈഡിലും 3.25 തന്നെയാണ് വരക്കേണ്ടത്. 3.25 വരച്ചു. ഇതാണ് ലൈൻ എന്ന് പറയുന്നത്, ഇതാണ് ലൈൻ വരച്ചു. അതിനുശേഷം ഇവിടുന്ന് നമ്മൾ നേരത്തെ 4 ഇഞ്ചല്ലേ അടയാളപ്പെടുത്തിയത്, പിന്നെ ടക്ക് പിടിക്കുന്ന അവിടെ, ആ 4 ഇഞ്ചിൻ്റെ അവിടെ 2.5 നമ്മൾ നേരത്തെ അളന്ന് വെച്ചതാണ്, 2.5. എന്നിട്ട് ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് വരക്കുക. ഇതാണ് ഈ ബാൻഡ് പീസിൻ്റെ ഇങ്ങനെ വളച്ച്, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വളച്ച് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരക്കണം. അപ്പോൾ ഇവിടെ എത്രയുണ്ട് ഒന്നും കൂടി അളന്ന് നോക്കാം. 9.25, 10.25 1 കുറച്ചപ്പോൾ 9.25. ഇവിടെ 3.25, അതായത് 2.25 1, ഇവിടെയും 2.25 1 3.25. ഇവിടെ 2.5, 1.5 ആയിരുന്നു അവിടെ ബാലൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ 1 ഇഞ്ച് ആഡ് ചെയ്ത് 2.5. ഇനി നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കട്ട് ചെയ്യരുത്, ഇതിങ്ങനെ നേരെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് പിടിപ്പിക്കുന്നത്. കണ്ടാ, ഇങ്ങനെ പിടിപ്പിക്കും. ഇവിടെ കട്ട് ചെയ്തിട്ടില്ല, ഇവിടെയും കട്ട് ചെയ്തിട്ടില്ല, ഇത് ഇങ്ങനെ നേരെയുള്ള പീസാണ്. കണ്ടാ, ഇങ്ങനെ പിടിപ്പിക്കുന്നത് മനസ്സിലായോ? അപ്പോൾ ഇത് മാറ്റി ഇനി നമുക്ക് വേണ്ടത് ബാക്കിലേക്കുള്ള ഐപ്പടിയും ഉക്സ് പടിയും വേണം. പിന്നെ കുറച്ച് ക്രോസ് പീസും വേണം. ഉക്സ് പടിയാണ്, അത് നിങ്ങളൊരു ഉദ്ദേശത്തിന് വെട്ടിയെടുത്താൽ മതി. 3 ഇഞ്ചോ ഒക്കെ ലെങ്തിൽ അങ്ങോട്ട് വെട്ടിയെടുക്കുക. പിന്നെ ഐ പിടിപ്പിക്കാനുള്ളതും ഉക്സ് പിടിപ്പിക്കാനുള്ളതും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി കുറച്ച് ക്രോസ് പീസ് കൂടി കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിങ്ങനെ കുറച്ച് തുണി ക്രോസിൽ കെട്ടിയെടുക്കണം. ഇത് കഴുത്തിൽ പിടിപ്പിക്കാനുള്ളതാണ്. അത് 1 ഇഞ്ച് വീതിക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് അപ്പോൾ ബാക്ക് ഓപ്പൺ ബ്ലൗസിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. എളുപ്പമുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നാളെ തന്നെ ഇടുന്നതാണ്, അതും നിങ്ങൾ കണ്ടു നോക്കണം. നല്ല ഒരു അടിപൊളി ബ്ലൗസാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.